ശ്രീ അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, ഈ യുദ്ധമെന്ന് പറയുന്നത്, ഇപ്പോൾ നടക്കുന്ന പോരാട്ടമെന്ന് പറയുന്നത് ആഭ്യന്തര പ്രശ്നങ്ങളാൽ വലഞ്ഞ രണ്ട് ഭരണാധികാരികളുടെ നിൽക്കക്കള്ളിയില്ലാത്ത തരത്തിലുള്ള വിഷയങ്ങളിൽ അതിന് പരിഹാരം എന്നോണം വേണമെങ്കിൽ കാണാമോ? ട്രംപിനെതിരെ രാജ്യത്ത് വലിയ ആഭ്യന്തര പ്രശ്നം നടക്കുന്നുണ്ട് കുടിയേറ്റ നിയമവുമായൊക്കെ ബന്ധപ്പെട്ട്. മറ്റൊന്ന്, ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ കേസുകളും അഴിമതി വിഷയങ്ങളും, കുടുംബാംഗങ്ങൾ പോലും അധികാരം നഷ്ടപ്പെട്ടാൽ യാതൊരു തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയും ഇല്ലാത്ത ഒരാളായി അദ്ദേഹം മാറുകയും ചെയ്യും, ജയിലിലേക്ക് വരെ പോയേക്കാം, കേസുകളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഈ രണ്ട് ഭരണാധികാരികൾക്കും നിലനിൽപ്പിൻ്റെ പോരാട്ടമായി കൂടി ഇത്തരം യുദ്ധത്തെ കാണാമോ? തീർച്ചയായും അതിനെ അങ്ങനെ തന്നെ കാണാം. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലോകക്രമത്തിൽ വാർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പീസ്ഫുൾ വേൾഡ് എന്നുള്ളതായിരുന്നു പുള്ളിക്കാരൻ്റെ സ്ലോഗൻ തന്നെ. നൗ ലുക്ക് അറ്റ് ദ സിറ്റുവേഷൻ. ഞാനിപ്പം ഈ മോഹൻ വർഗീസ് പറഞ്ഞതിൻ്റെ ഒരു സെക്കൻഡ് സെനാരിയോ പറയാം. തിരിച്ചടിക്കാൻ കറക്റ്റാണ്. ഇപ്പോൾ ഇറാന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 600% എൻറിച്ച്ഡ് യുറേനിയമാണ്. ഇത് വളരെ, അതായത് ഇത് ശകലം കൂടെ കൂടിയാൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പല എക്സ്പേർട്ടിൽ നിന്നും കേട്ട ഒരു വ്യൂ ആണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൂട്ടരെ സംബന്ധിച്ചുള്ള എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. ഈ സമയത്ത് ഇവര് they are going ahead and they going to develop nuclear weapon. What would be the consequences? അതായത് ഇവിടെ ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. അതായത് ഈ അടി നടക്കുകയാണ്, ന്യൂക്ലിയർ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ന്യൂക്ലിയർ ഇത് മറ്റൊരു എക്സാമ്പിൾ ആണ് ഈ നമ്മുടെ ലിബിയ. ഗദാഫി സറണ്ടർഡ്. വേർ ഇസ് ഗദാഫി നൗ? ആ റെജീം ചേഞ്ച് എന്നതിനേക്കാൾ ഇവർ കംപ്ലീറ്റ് തീർത്ത് കളയുന്ന ഒരു കോണ്ടക്സ്റ്റിലെത്തും. ആ ഒരു കോണ്ടക്സ്റ്റിലേക്ക് ഈ ഇറാനിയൻ ലീഡേഴ്സ് എത്തിപ്പെടുവോ? അങ്ങനെ പെട്ടാൽ ഇതിന്റെ സെക്കൻഡ്, ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ സെക്കൻഡ് സ്റ്റേജ്, ആ അടിയുടെ ആഘാതം എന്താവും? പിന്നെ ഇപ്പോ ആ ബോർഡിൽ നടന്ന വോട്ട് വീറ്റോ ചെയ്തു ചൈനയും, അതിന് എതിർത്ത് വോട്ട് ചെയ്തു ചൈനയും റഷ്യയും. അതായത് അമേരിക്ക അവിടെ വരികയും അമേരിക്ക ഫുൾ സെക്ഷൻ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിലും ഈ ചൈനയോ റഷ്യയോ വരില്ല എന്ന് നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇറ്റ് മൈറ്റ് ബി എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സിനാരിയോ. അപ്പോ ഇതേ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ അത്ര സിമ്പിളായി കാണുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എങ്ങോട്ടാണ് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് ട്രിഗർ ചെയ്ത് പോകാൻ പോകുന്നത്, എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും വളരെ വളരെ ആഗണിയാണ്. അതായത് ഇപ്പം ഈ പല വിദേശ മാധ്യമങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈവൻ ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഭീതിയിലായി എന്നുള്ളതാണ്. ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു സെനാരിയോ നമ്മൾ കേട്ടിട്ടേ ഇല്ല. അപ്പോ പിന്നെ രണ്ടാമത്, ഇപ്പോ നമ്മൾ ഈ ഡെത്ത് ഓഫ് എ നേഷൻ എന്ന് പറയുമ്പോൾ കില്ലിങ്, ഇസ്രായേൽ അതങ്ങനെ പറഞ്ഞു, ബട്ട് ഇറാൻ അങ്ങനെ പറഞ്ഞു, ബട്ട് നൗ ഇസ്രായേൽ ഈസ് കില്ലിങ് ദം, എലിമിനേറ്റിംഗ് ദം. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ കൃത്യമായും ഈ സ്ട്രാറ്റജി എൻ്റെ വ്യൂവിൽ ഇതൊരു ഇസ്രായേലിനെ പറ്റിയൊരു റോങ്, അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് എ സ്ട്രാറ്റജിക്കൽ പ്ലേ ആണ്. അതിന്റെ കാരണം ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിൽ എടുത്ത ഈ സ്റ്റാൻഡിനോട് എതിർക്കുകയാണ്. പിന്നെ ഇപ്പം ഇസ്രായേൽ പോലും പ്രതീക്ഷിച്ചില്ല ഇവർ ഇതേ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു ഇറാനെ. അപ്പം ഇറാൻ ഇതേ രീതിയിൽ ഇക്കണ്ട സാങ്ഷൻസ് എല്ലാം ഉണ്ടായിട്ടും ഇറാൻ ഇതേ രീതിയിൽ തിരിച്ചടിച്ചെങ്കിൽ ഇനി എന്താണ് വരാൻ പോകുന്നത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ഈ നെതന്യാഹു മുഴുവൻ അയൽ ഫിനിഷ് യു, അയൽ ബേൺ യു, ഇത് ഈ ഡെത്ത് സൈറൻ അവറിൽ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃത്യമായി ഈ വിഷയം ബയലാറ്ററൽ അഗ്രിമെന്റിലൂടെ, നെഗോഷിയേഷനിലൂടെ മാത്രമേ തീരുകയുള്ളൂ. ഇത് അടിച്ചിപ്പം ഈ ഇസ്രായേലി ഫോഴ്സിന്റെ ഒരു ഡെപ്യൂട്ടി ചെയർ, പുള്ളി റിട്ടയർഡ് ആയ ആളാണ്, കഴിഞ്ഞ ദിവസം പുള്ളി BBC കൊടുത്ത ഇന്റർവ്യൂ ആണ്. ഇത് അടിച്ച് എവിടെ നിന്ന് നിൽക്കും? അടിച്ച് ഈ വിഷയം തീരില്ല. ഈ വിഷയം ഇപ്പം ഇപ്പൊ അടിച്ച ചിലപ്പോൾ 50 വർഷത്തേക്ക് ഇവരെ ഒന്ന് ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതിനൊരു സൊല്യൂഷൻ വേണം. അപ്പൊ വീണ്ടും ദ ആൻസർ കം ടു ഈ രഞ്ജിത്ത് ചോദ്യത്തിലേക്ക് വരികയാണ്. ഇത് തൽക്കാലം മുഖം ഫേസ് സേവ് ചെയ്യാൻ, രക്ഷിക്കാൻ വേണ്ടി രണ്ട് നേതാക്കന്മാർ കാണിക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് വേണം നമുക്ക് കാണാം. അത് അങ്ങനെയാണ് നിശ്ചയമായി ഞാൻ പറയുന്നില്ല. നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഏതേലും കാരണവശാൽ ഇവര് സദാം ഹുസൈനെ തീർത്ത് കളഞ്ഞു, ഗദാഫിയെ തീർത്ത് കളഞ്ഞു, അവരൊക്കെ സറണ്ടർ ചെയ്തവരാണ്.
അല്ലെങ്കിൽ സദാം ഹുസൈൻ സറണ്ടർ ചെയ്തില്ല, ഗദാഫി ഏതാണ്ട് സറണ്ടർ ചെയ്യായിരുന്നു. അപ്പം തീർത്ത് കളഞ്ഞു. ഇനി നമുക്ക് ഒന്നും നോക്കാനില്ല, നമുക്ക് ന്യൂക്ലിയർ ഉണ്ടാക്കിയേക്കാം എന്നൊരു സ്റ്റാൻഡിലേക്ക് ഇറാൻ പോയാൽ where will we end? അതാണ് എൻ്റെ ചോദ്യം. അതാണ്